അങ്ങ് പറയൂ, ഇന്നിപ്പോൾ എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല, നടപ്രധാനമാണ്. നമ്മൾ നടപ്രധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ തന്നെയാണ് പൂർണ്ണമായിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഈ വാർപ്പിട്ട് ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ എത്ര പേര് ഏകദേശം ഭക്ഷണം കഴിക്കുന്നൊരു ധാരണയുണ്ട്? ഉച്ചയ്ക്ക് 17,000. ഒരു കലോത്സവവും ഭക്ഷണ രീതിയിൽ വ്യത്യസ്തമാക്കാൻ അങ്ങ് ശ്രമിക്കാറുണ്ടോ? അത് വ്യത്യസ്തമാക്കാനൊന്നുമില്ല, കാരണം നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയും അതിൻ്റേതായ റൂട്ടീനും ഉണ്ട്, അതനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ വ്യത്യസ്തതകളൊന്നുമില്ല. എല്ലാ തവണയും ഒരേ മെനു തന്നെയാണ്, എന്തെങ്കിലും ഒരു മെനു മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽസ് മെനു മാറാം. കലോത്സവ വേദിയിൽ ഇത് എത്രാമത്തെ തവണയാണ്? ഇതെൻ്റെ ജൂബിലി ഇയറാണ്, 25 വർഷമാണ്. അതുകൊണ്ട് ഇത്തവണ സ്പെഷ്യൽ സദ്യ വല്ലതും ഒരുക്കുന്നുണ്ടോ കലോത്സവ വേദി? ഇല്ല. ലാസ്റ്റ് യൂഷ്വൽ കൊടുത്തു മാത്രമേ ഉള്ളൂ. ഈ ചിരി എങ്ങനെ മായാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു? ചിരിയാണ് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന ഒരു സാധനം. നമ്മൾക്ക് കരഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വേദനിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാലും അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ അതെപ്പോഴും ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നമ്മളെപ്പോഴും ലൈവായിരിക്കുക, എപ്പോഴും പോസിറ്റീവായിരിക്കുക. പലപ്പോഴും ജീവിതത്തിൽ അങ്ങയുടെ പല അനുഭവങ്ങളിലൂടെയും അത് തെളിയിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കാം. ഇപ്പൊ മകൻ കൂടെയുണ്ട് സഹായിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുഞ്ഞുങ്ങളോട് ഇപ്പോൾ എന്താ, ഏത് ജോലിയായാലും ആ ജോലിയിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുകയും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്താൽ ആ ജോലിയിൽ അവർക്ക് വിജയിക്കാൻ പറ്റും. ഏത് ജോലി വേണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കാതെ കിട്ടുന്ന ജോലി നല്ലതാണെന്ന് കണ്ടാൽ സെലക്ട് ചെയ്യുക, അത്ര പറയാനുണ്ട്. കലോത്സവ വേദിയിൽ എല്ലാവരും ഏറെ തിരയുന്ന ഒരു മുഖം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒരിക്കലും ആവശ്യമില്ല, പക്ഷേ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ആ തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ്. കാരണം ഒരു പരാതി പോലും, ഒരു മുടിയിഴ പോലും, അല്ലെങ്കിൽ ഒരു നേരിയ കൈപ്പിഴ പോലും സംഭവിക്കാതെ ഇത്രയധികം പേർക്ക്, ഇന്ന് 17,000-ഓളം പേർക്കാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇത്രയധികം പേർക്ക് ഭക്ഷണം വിളമ്പുക എന്നത് യാതൊരു മടിയുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു യോദ്ധാവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി എന്ന് പറയാം. അദ്ദേഹത്തെ കാണാനാണ് നമ്മൾ പോകുന്നത്. ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കലവറയിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെയധികം സന്തോഷത്തോടും ആദരവോടും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം ഇത്രയും പേർക്ക്, നമുക്ക് നമ്മുടെ വീട്ടിലൊരു 4 പേർക്ക് ഭക്ഷണം വിളമ്പുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും പേർക്ക് ഈ ചിരിച്ച മുഖത്തോടു കൂടി അദ്ദേഹം ഭക്ഷണം വിളമ്പുന്നു എന്നുള്ളതാണ്. ഒരു പാൽപ്പായസം പോലെയോ ഒക്കെ മധുരമായ ഒരു പുഞ്ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും.